ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം തടയാൻ നടപടികൾ എടുക്കണമെന്ന് മുഹമ്മദ് യൂനുസിന് കൃത്യമായ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരരെ കുറ്റവിമുക്തരാക്കിയ നടപടിയും പ്രധാനമന്ത്രി ചർച്ചകളിൽ പരാമർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതിൻ്റെ അനിവാര്യതയും നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയാക്കപ്പെട്ടതിന് ശേഷം വൻതോതിലാണ് ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ ആക്രമണങ്ങൾ അരങ്ങേറുന്നത്. ഹിന്ദുമത വിശ്വാസികളുടെ വീടുകൾ തകർക്കുകയും ആരാധനാലയങ്ങൾ തകർക്കുന്നതും ഉൾപ്പെടെ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടകൻ മുഹമ്മദ് യൂനുസിനെ കൃത്യമായ നിർദ്ദേശം നൽകിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അറിയിച്ചു. Prime Minister also underlined India's concerns related to the safety and security of minorities in Bangladesh, including Hindus, and expressed his expectation that the government of Bangladesh would ensure their security, including by thoroughly investigating all cases of atrocities committed against them. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ RSS ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ലോകരാജ്യങ്ങൾ പോലും ബംഗ്ലാദേശിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയെ രൂക്ഷമായി വിമർശിച്ചു. ഭീകരരെ കുറ്റവിമുക്തരാക്കുകയും ജയിൽ മോചിതരാക്കുകയും ചെയ്യുന്ന നടപടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചു. Prime Minister also urged in this regard that any rhetoric that vitiates the environment is best avoided. On the border, strict enforcement of the law and the prevention of illegal border crossings, especially at night, is necessary for maintaining border security and stability. There are a number of bilateral mechanisms between the two countries, and these mechanisms could meet as appropriate to review and take forward our ties. ജനാധിപത്യവും സമാധാനവും നിലനിൽക്കുന്ന ബംഗ്ലാദേശിൽ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയുമാണ് ഭാരതം അംഗീകരിക്കുക എന്നും നരേന്ദ്രമോദി മുഹമ്മദ് യൂനുസിനെ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.